ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിലെ 21 ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം എല്ലാ രോഗികളെയും പരിശുദ്ധ അമ്മ വഴി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് ജപമാലയിലൂടെ നമുക്ക് ലഭിക്കുന്ന രോഗശാന്തിയെക്കുറിച്ചാണ്. അനേകം ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജപമാല പ്രാർത്ഥനയ്ക്ക് രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ടെന്ന്. ചിലരൊക്കെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ വീടുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. രോഗികളായി ആരെങ്കിലുമൊക്കെ അടുത്ത് വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ജപമാല അവരുടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസവും സൗഖ്യവുമൊക്കെ ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എത്രയോ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകാം. ചില രോഗാവസ്ഥയിൽ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് സൗഖ്യം ലഭിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ സൗഖ്യം ലഭിക്കുന്നത്? ജപമാല ദൈവവചനങ്ങളാൽ കോർത്തിണക്കപ്പെട്ടതാണ്. ദൈവവചനങ്ങളാണത്. അതുകൊണ്ട് ജപമാല ആവർത്തനത്തിലൂടെ ദൈവവചനത്തിന് വലിയ അഭിഷേകം വ്യാപരിക്കുന്നതിലൂടെ രോഗസൗഖ്യം ലഭിക്കുന്നു. വചനം അത് ഈശോയാണ്. ആ വചനം സൗഖ്യദായകമാണ്. അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.